ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അപ്പൊ ഇന്നത്തെ വിശേഷത്തിന്റെ ബാലൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ രേവതി തിരിച്ചെത്തുകയൊക്കെ ചെയ്തല്ലോ. ഏതായാലും രേവതി തിരിച്ചെത്തി. നമ്മുടെ വർഷയോടാണ് രേവതി പറഞ്ഞിട്ട് പോയത്. വലിയൊരു തെറ്റിദ്ധാരണ തന്നെയായി പോയി. ആകെ മൊത്തം പ്രശ്നമായിരുന്നു. നമ്മുടെ വർഷ ലാസ്റ്റ് പറഞ്ഞു, ഞാൻ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് രേവതി ചേച്ചി ഇതൊക്കെ വന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ കേൾക്കാത്തത്. രേവതി ചേച്ചിയുടെ കയ്യിലും കുറ്റമില്ല, എന്റെ കയ്യിലും കുറ്റമില്ല എന്ന് പറഞ്ഞു. കാരണം രേവതി വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഈ പറയുന്ന വർഷ ഫോണിൽ സംസാരിക്കുന്നത് കൊണ്ട് നമ്മുടെ രേവതി ഓർത്തു തലയൊക്കെ കുലുക്കി ഇപ്പം ഇത് കേട്ട് കാണുന്നു. പക്ഷെ പുള്ളിക്കാരി കേട്ടിട്ടില്ലായിരുന്നു. പുള്ളിക്കാരി ഫോണിൽ മറുപടി പറയായിരുന്നു. ഈ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആയതുകൊണ്ട് തന്നെ ഫോൺ കയ്യിലെടുത്ത് പിടിച്ചിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തല കുലുക്കുകയൊക്കെ ചെയ്തപ്പോൾ രേവതി ഓർത്തു ശരിയാണെന്ന്. അപ്പൊ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഞാൻ പറയുന്നില്ല. കാരണം അതൊക്കെ നിങ്ങൾ കണ്ടതാണ്, കേട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ രേവതി എല്ലാ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് നേരെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്നിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ലക്ഷ്മിയോടും ദേവിനോടും കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ശരത്ത് കയറി വന്നു. അപ്പൊ ശരത്ത് കയറി വന്ന ഉടനെ തന്നെ നമ്മുടെ രേവതി ശരത്തിനെ ചോദ്യം ചെയ്യാണ്. നീ എന്തിനാണ് എന്റെ ഭർത്താവിനെതിരെ കൊണ്ട് നീ കേസ് കൊടുത്തത്? നീ എന്തുദ്ദേശത്തോടു കൂടെയാണടാ നീ അത് ചെയ്തത്? കാരണം എന്റെ ഭർത്താവ് ഒരിക്കലും എന്നെ തല്ലിക്കൊല്ലുവോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യില്ല എന്ന് നിനക്കറിയാം. പിന്നെ നിന്നെ ആരോ പിരികെട്ടി വിട്ടത് തന്നെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വേറെ ആരുമല്ല, ആന്റണി ചേട്ടനാണ്. ആന്റണി ചേട്ടന് ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞാന്ന് പറഞ്ഞപ്പോ പിന്നെ സ്നേഹം അങ്ങോട്ട് ഒലിക്കല്ലേ നിന്റെ ആന്റണി ചേട്ടന്. നീ ആ കൂട്ടുകെട്ട് അവസാനിപ്പിച്ചോ എന്റെ പൊന്നു ശരത്തെ, ഇല്ലെങ്കിൽ നിന്റെ ജീവിതം നശിച്ചു പോവുകയുള്ളൂ. അമ്മയ്ക്ക് ആകെ പ്രതീക്ഷ ഉള്ളത് നിന്നിലാണ് പ്രതീക്ഷ. നിന്നിൽ പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ് നിന്നെ പഠിപ്പിക്കുകയും കഷ്ടപ്പെട്ട് ഈ കുടുംബമൊക്കെ നോക്കുന്നത്. ഈ വയസ്സാം കാലത്ത് എന്തിന്റെ ഏനക്കേടാ അമ്മയ്ക്ക് ഈ കുടുംബം നോക്കാനായിട്ട്? വേണമെങ്കിൽ നിന്നെ എല്ലാം ഏൽപ്പിച്ചിട്ട് അമ്മയ്ക്ക് വീട്ടിൽ സൂചിച്ചിരിക്കാലോ. പക്ഷെ നീ പഠിക്കണം എന്നൊരു ഒറ്റ ചിന്ത കൊണ്ടല്ലേ അമ്മ കഷ്ടപ്പെടുന്നത്. അതിന് ആര് പറഞ്ഞു അമ്മയോട് കഷ്ടപ്പെടാന്? ഞാൻ പറഞ്ഞു അമ്മയോട് കഷ്ടപ്പെടാൻ. അമ്മ കഷ്ടപ്പെടുവൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരത്ത് അതും ഇതും ഒക്കെ പറഞ്ഞിട്ട് എനിക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്, ആരും എന്നെ ജീവിക്കാൻ പഠിപ്പിക്കുകയൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് നേരെ അങ്ങ് വിട്ടടിച്ചു പോകുന്നത് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ദേവ് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ചേച്ചി, എന്തിനാ അവനോട് ഓതുന്നത്? പോത്തിനോട് വേദ ഓതാന്നൊക്കെ കേട്ടിട്ടില്ല, അതുപോലെ മാത്രമേ ഉള്ളൂ. അവനോട് വേദം ഓതിയിട്ട് ഒരു കാര്യമില്ല. അവന്റെ തോന്നിവാസത്തിനെ നടക്കത്തുള്ളൂ. രാവിലെ പോകും, വൈകിട്ട് വരും, കോളേജിൽ പോകുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ, ഇതൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാകും. ആന്റണീനെ ഒതുക്കാതെ യാതൊരു പ്രശ്നവും ഇല്ല, പ്രശ്നത്തിന് പരിഹാരമാർഗം ആവില്ല എന്ന് തന്നെയാണ് നമ്മുടെ ദേവ് പറയുന്നത്. അപ്പൊ രേവതി പറയുന്നുണ്ട്, ഏതായാലും ഞാൻ പോവുക മോളെ, കുഴപ്പമൊന്നും ഇല്ലല്ലോ അവിടെ എന്ന് പറഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല. സച്ചേട്ടന് അങ്ങനെയൊക്കെ പറഞ്ഞു, അതൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ അന്നും പറഞ്ഞോണ്ട് വീട് വിട്ടൊന്നും പോകത്തൊന്നുമില്ല. നമ്മയ്ക്ക് അറിയത്തില്ല, സച്ചേട്ടനെ പറഞ്ഞ അമ്മയൊക്കെ അല്ലേ മനസ്സിലാക്കേണ്ടത്. പിന്നെ എന്തിനാ നിങ്ങളും കൂടെ സച്ചേട്ടനെ പേടിപ്പിക്കാൻ പോയത്? അതുകൊണ്ടല്ലേ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി പരാതിയൊക്കെ കൊടുത്ത് ഇത്ര പ്രശ്നമായതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്താ മോളെ ഞാൻ ചെയ്യുന്നത്? നീ രാവിലെ ഫോൺ വിളിച്ചു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു, സച്ചി എന്തോ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് നീ എന്നോട് ദേഷ്യപ്പെട്ടപ്പോ ഞാൻ എന്താ വിചാരിക്കുക? ഞാൻ അങ്ങനെയൊക്കെയല്ലേ വിചാരിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്മി സാരയില്ല മോള് പൊക്കോ എന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു എനിക്ക് വീട്ടിൽ ചെന്നിട്ട് ഒരുപാട് ജോലിയുണ്ട്, പിന്നെ സച്ചേട്ടൻ പറഞ്ഞായിരുന്നു ഇവിടെ വരാനും നിങ്ങളെ വന്ന് കാണണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത്. ഏതായാലും ഞാൻ പോവാ, സച്ചേട്ടൻ ഓട്ടത്തിന് പോയേക്കാം, വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യണം, ഞാൻ പോവാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി പോയി കേട്ടോ. അങ്ങനെ രേവതി വീട്ടിലേക്കൊക്കെ പോയി. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ ഭാര്യ ശ്രുതി കടയിൽ നിൽക്കുകയാണ്. അപ്പം ശ്രുതി പുറത്തേക്കും കണ്ടു പോയ ഒരു സമയമാണ് കേട്ടോ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആ PA വരുന്നത്. ആര്? നമ്മുടെ ശ്രുതിയുടെ ശത്രു വരുന്നത്. ശ്രുതിയുടെ ശത്രു എന്ന് പറയുന്ന ആള് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. പുള്ളിക്കാരൻ വരികയാണ്. അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പൈസ മേടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ വന്നിട്ട് നമ്മുടെ ശ്രുതിയോട് പറയാണ്, ശ്രുതി ഇത് നിന്റെ കടയാണല്ലേ, എനിക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ടായിരുന്നു, എന്റെ വിവാഹമാണെന്ന് പറഞ്ഞിരുന്നല്ലോ, അപ്പൊ ഞങ്ങൾ പുതിയൊരു വീട്ടിലേക്ക് താമസം മാറാണ്. അപ്പൊ അങ്ങോട്ടേക്ക് ഒരു ഫ്രിഡ്ജും ഒരു വാഷിംഗ് മെഷീന് AC TV ഈ 4 ഐറ്റംസ് വേണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണോ തരാലോ, കുഴപ്പമില്ല തരാലോ എന്ന് പറഞ്ഞപ്പം തരുന്നതൊക്കെ കൊള്ളാം, അതെ നിന്റെ ഒരു ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് തന്നാ മതി, കാരണം പൈസ ഒന്നും എൻ്റെ കയ്യിലില്ല, നീ ഗിഫ്റ്റ് എന്റെ വിവാഹത്തിന് നീ ഗിഫ്റ്റ് തരുന്നത് പോലെ തന്നാ മതി എന്ന് പറഞ്ഞപ്പം എന്താ ഗിഫ്റ്റോ? ഞാൻ എന്തിനാ നിങ്ങളുടെ വിവാഹത്തിന് ഗിഫ്റ്റ് തരുന്നത്? ഓ മറന്നോ കല്യാണി? ഓ മറന്നു കാണും, ഞാൻ ശ്രുതി എന്നല്ലേ വിളിച്ചത്, അതുകൊണ്ട് കല്യാണി എല്ലാം മറന്നു കാണും. കല്യാണി നിന്റെ ഭർത്താവ് ഇവിടെയില്ലേ? നിന്റെ ഭർത്താവിനൊന്ന് വിശദീകരിച്ച് ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
നീ ഇപ്പൊ ഇവിടെ നിൽക്കേണ്ടവളല്ല, നീ ഇപ്പൊ പറക്കും. നിന്റെ ജീവിതം പോകും, അറിയാലോ. നീ കാരണം എന്റെ ജീവിതം പോയി. അതോ പോയി പോട്ടെ, ഞാനിപ്പം വേറെ ഒരു ജീവിതം തിരിച്ചു പിടിച്ചോണ്ടിരിക്കുകയാണ്. അതിന്റെ ഇങ്ങനെ ഇതിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു ഐഡിയ ഞാൻ ഇങ്ങനെ തോന്നിയത്. നീയാണ് ഇപ്പൊ എനിക്ക് പൈസയും തരാറില്ല, അപ്പൊ പിന്നെ എങ്ങനെയൊക്കെ മുതലാക്കണ്ടേ? അതാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC എടുക്കുക, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞപ്പോ എന്റെ പൊന്നു മാഷെ, ഒന്ന് പോകൂ നിങ്ങൾ ഇവിടുന്ന്. എന്റെ ജീവിതം എങ്ങനെയാ ഞാൻ തള്ളി നീക്കിക്കൊണ്ട് പോകുന്നതെന്ന് എനിക്കറിയില്ല. ഇത് എന്റെ സ്വന്തം കടയല്ല, എന്റെ ഭർത്താവിന്റെ കടയാണ്. ഓ, ഭർത്താവിന്റെ കട സ്വന്തം കടയല്ലെന്നോ? ആര് പറഞ്ഞു? ഭർത്താവിന്റെ കട സ്വന്തം കടയൊക്കെ തന്നെയാണ്. അതെ, ഇല്ലെങ്കിൽ പിന്നെ ഒരു 2 ലക്ഷം രൂപ ഇങ്ങോട്ട് എടുക്കുക, ഞാൻ പൊക്കോളാം. അല്ലെങ്കിൽ AC, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഇതിലേതെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞപ്പം എന്റെ പൊന്നോ, നിങ്ങളൊന്ന് ഇവിടുന്ന് പോകുന്നുണ്ടോ പ്ലീസ്, ഞാൻ കാല് പിടിക്കാന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും അതെ, നീ കാല് പിടിച്ചോ, ഞാൻ ഇവിടുന്ന് പോകുകയൊക്കെ ചെയ്യാം, പക്ഷെ ഞാൻ പോകുന്നത് നേരെ ചന്ദ്രോദയത്തേക്കായിരിക്കും. നിന്റെ അമ്മായിയമ്മേനെയും അമ്മായി അച്ഛനെയും നിന്റെ ഭർത്താവിനെയൊക്കെ ഒന്ന് എനിക്ക് കാണണം. കണ്ടാൽ മാത്രം പോരാ, 2-4 വർത്താനം കൂടെ പറയണമെന്ന് പറഞ്ഞപ്പം നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? TVയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനോ? എനിക്ക് TVയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും AC 4 ഐറ്റംസ് വേണം. പെട്ടെന്ന് പാക്ക് ചെയ്തോ, പെട്ടെന്ന് പാക്ക് ചെയ്താലേ ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് ഞങ്ങൾക്ക് കൊണ്ടുപോകാമായിരുന്നു. ഇത് കല്യാണി മേഡം തരുന്ന സമ്മാനമായിട്ട്, ഗിഫ്റ്റ് ആയിട്ട് ഞാൻ കരുതിക്കോളാം. ഇനി ഏതായാലും 5-6 മാസത്തിന് എന്റെ ഭാഗത്തു നിന്ന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പൈസയും തരണ്ട. മാത്രമല്ല, ഞാൻ ഇപ്പൊ വിവാഹം കഴിച്ചിരിക്കുന്നത് വലിയ വീട്ടിലൊരു പെണ്ണിനെയാ, അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ നിന്നെ ശല്യം ചെയ്യാൻ വരില്ല, ഇതോടുകൂടി നിർത്തിയേക്കാന്ന് പറഞ്ഞു. ലാസ്റ്റ് സഹി കെട്ടുപോയി നമ്മുടെ ശ്രുതി. അങ്ങനെ സഹി കെട്ടിട്ട് ശ്രുതി എന്താ ചെയ്യുന്നത്? ശ്രുതി ആ ഒരു ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC അങ്ങനൊക്കെ കയറ്റി വിടുകയാണ് നമ്മുടെ ഈ ഒരു PA എന്ന് പറഞ്ഞാല് നമ്മുടെ ശ്രുതിയുടെ ശത്രു. അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ കയറ്റി വിടുകയാണ്. ബ്ലാക്ക് മെയിൽ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ ചന്ദ്രയോ ശ്രുതിയോ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു ജീവിതം. അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ പരിഹരിച്ചു പോണമല്ലോ. അപ്പൊ അതുകൊണ്ട് അത് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഈ 4 സാധനം, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC, TV, ഈ 4 സാധനം കയറ്റി അയക്കുകയാണ്. അപ്പം ശ്രുതി പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേക്കും ഒരു വണ്ടിക്ക് ഇങ്ങനെ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് കണ്ടപ്പോഴത്തേക്കും അയ്യോ, ഒത്തിരി സെയില് നടന്നല്ലോ എന്റെ ഈശ്വരാന്ന് പറഞ്ഞുകൊണ്ട് ഓടി അകത്തേക്ക് കയറിയിട്ട് ശ്രുതി, ഒത്തിരി സെയില് നടന്നല്ലേ? ഒരു വീട്ടിലേക്കാണെന്ന് തോന്നല്ലോ ഇത്രയും സാധനം കൊണ്ടുപോകുന്നത്. രക്ഷപ്പെട്ടു എന്റെ ഭഗവാനെ. ഞാനാണ് ഒരു ക്ലയന്റിനെ പോയി കണ്ടിട്ട് ഇപ്പം വരിക. മാത്രമല്ല, കുറച്ച് ബിസിനസ്സുകാരെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റി, എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ നമ്പർ 1 ബിസിനസ്, നമ്പർ 1 കട നമ്മുടെ ആയിരിക്കണം. അങ്ങനെ ആകാനാ ചാൻസ് കൂടുതൽ. ഏതായാലും നീ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഐശ്വര്യങ്ങനെ കുന്നുകൂടുമല്ലേ. എന്തി എന്ന് പറഞ്ഞുകൊണ്ട് പൈസ നോക്കുകയാണ്. കുറെ സാധനം വിറ്റുപോയല്ലോ, പൈസ വേണമല്ലോ. അപ്പം ഡ്രോമേശ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പൈസ കാണുന്നില്ല. അപ്പോഴത്തേക്ക് ശ്രുതിയോട് ചോദിച്ചോലെ പൈസ ഇല്ലല്ലോ. ഗൂഗിൾ പേ ആയിരിക്കും അല്ലേ? ഈ ഗൂഗിൾ പേ ഉള്ളത് കൊണ്ട് ഇപ്പൊ എന്ത് എളുപ്പമാണല്ലേ. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഫോണിൽ നോക്കിയപ്പോൾ ഫോണിൽ പൈസയും വന്നിട്ടില്ല, മെസ്സേജ് ഒന്നും വന്നിട്ടില്ല. അപ്പോഴത്തേക്ക് ശ്രുതിയുടെ സ്വഭാവം മതി. ശ്രുതി പറഞ്ഞു, അല്ല ഇപ്പൊ ഇവിടുന്ന് കൊണ്ടുപോയ ഐറ്റംസിന് പൈസ ഒന്നും തരാതെയാണോ ശ്രുതി കൊണ്ടുപോയത്? അത് പിന്നെ ശ്രുതി, EMI ഇല്ലേ, ഇപ്പൊ നമുക്ക് EMI ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഞാൻ അതുകൊണ്ട് EMI ഇട്ട് കൊടുക്കുക ചെയ്തത്. അതെ, എന്നെ അറിയുന്ന ഒരാളുടെ ഹസ്ബൻഡാ വന്നത്. എൻ്റെ അടുത്ത് എന്നും വരുന്നൊരു ആളുണ്ട്, എൻ്റെ അടുത്ത് എന്നും വരുന്നൊരു കസ്റ്റമർ ഉണ്ട്. അപ്പം പുള്ളിക്കാരിയുടെ ഹസ്ബൻഡാ. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല ശ്രുതി, ഉറപ്പായിട്ടും പൈസ എല്ലാ മാസവും തരും. ഇത് കേട്ടത് നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് ശ്രുതി പറഞ്ഞു, എന്ത് പരിപാടിയാ ശ്രുതി ഈ കാണിക്കുന്ന നീ? ഇത് നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. അതിനു മുമ്പ് നമ്മൾ EMI എന്നൊക്കെ പറഞ്ഞാല്, മാത്രമല്ല നമ്മൾ തുടങ്ങിയപ്പോ തന്നെ പ്ലാൻ ചെയ്തതല്ലേ EMI-യോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇൻസ്റ്റാൾമെന്റോ ഒന്നും ആയിട്ട് കൊടുക്കില്ല എന്ന്. നമ്മൾ രണ്ടും കൂടെ ചേർന്നല്ലേ തീരുമാനം എടുത്തത്. ഇതിപ്പോ എന്ത് പരിപാടിയാ കാണിച്ചു വെച്ചിരിക്കുന്നത്? ക്യാഷ് ആണെങ്കിൽ ഇപ്പൊ ഇല്ല, നമുക്ക് എന്തെങ്കിലും സാധനം ഇനി എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അയ്യോ ശ്രുതി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നമ്മളിപ്പം കുറേശ്ശെ EMI ഒക്കെ കൊടുക്കുകയാണെങ്കിലേ ഇനിയും നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സിനെ കിട്ടും. ഇത് നമുക്ക് കസ്റ്റമേഴ്സിനെ പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത്. എങ്കിലും ഇത് മോശമായി പോയിട്ടോ. ഞാനൊരു കാര്യം പറയാ, ഇപ്പം നീ ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല, ആ പൈസ അവരുടെ കയ്യിൽ നിന്ന് എത്രയും പെട്ടെന്ന് മേടിച്ച് കൊണ്ടുവരണം. ഞാൻ പറയുക,
ഇത് വേറൊന്നും കൊണ്ടുമല്ല, നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയാ. ഇപ്പൊ ശ്രുതി ചെയ്തത് തെറ്റ് തന്നെയാ. അല്ലെങ്കിൽ നീ എന്നോട് ആലോചിക്കാതെ ഇത് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അതുകൊണ്ട് നിന്റെ കസ്റ്റമർ ആണെന്നല്ലേ പറഞ്ഞത്, പണമുള്ളവരാണെന്നല്ലേ പറഞ്ഞത്. അവർക്ക് എന്തിനാ EMI? എങ്കിൽ പിന്നെ നിനക്ക് EMI കൊണ്ടുവരത്തില്ലേ? പെട്ടെന്ന് EMI ഒന്നും വേണ്ട, നീ പോയി ആ പൈസ മേടിച്ചോണ്ട് വന്നാൽ മതി. എത്ര ലക്ഷം രൂപയായെന്ന് വെച്ചാൽ അത്രയും രൂപ എനിക്ക് 2 ദിവസത്തിനുള്ളിൽ കിട്ടിയിരിക്കണം, കേട്ടല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതി ദേഷ്യപ്പെടുകയാണ്. ശ്രുതിക്ക് യാതൊരു നിവൃത്തിയില്ലാതെ പോവുകയാണ് കേട്ടോ. കാരണം ശ്രുതിക്ക് പൈസ കൊടുക്കേണ്ടി വരികയാണ് നമ്മുടെ ശ്രുതിക്ക് ഇനി പൈസ കൊടുക്കാനായിട്ട് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ നേരെ നമ്മുടെ മീരയോട് ചെന്ന് പരിഭവവും പരാതിയൊക്കെ പറയുകയാണ്. എൻ്റെ പൊന്നു മീരെ, അയാൾ എന്നെ വീണ്ടും ശല്യം ചെയ്യുകയാണ്, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല മീരെ. അയാൾ ഇതുപോലെ ശല്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതം കോഞ്ഞാട്ടയാകും. മാത്രമല്ല ഞങ്ങളുടെ കടയിൽ നിന്ന് വന്ന് അതും ഇതുമൊക്കെ കൊണ്ടുപോയി. ഇനിയിപ്പോൾ എന്താടി ചെയ്യേണ്ടത്? ശ്രുതിയാണെങ്കിൽ ഇപ്പൊ പൈസ വേണമെന്നാ പറയുന്നത്, ഞാൻ എവിടെ പോയി പൈസ ഒപ്പിക്കുന്നു പറയുമ്പോഴത്തേക്കും നമ്മുടെ മീര പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു പലിശക്കാരനുണ്ടല്ലോ, ആ ആന്റണി. ആന്റണിയുടെ അടുത്തുനിന്നോ അവന്റെ അടുത്ത് നിന്ന് ഇനി പൈസ മേടിക്കാന്ന് പറഞ്ഞാൽ അതിനിപ്പോ കുഴപ്പമൊന്നുമില്ല, അവൻ പൈസ തരുന്നേ. മാത്രമല്ല നമുക്ക് ആന്റണീനെ കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ചെയ്യണം, അവനെ ഒതുക്കണം, ഒതുക്കി നിർത്തിയേ പറ്റൂ. നിന്റെ ജീവിതം കോഞ്ഞാട്ടയാകും അല്ലെങ്കിൽ ശ്രുതി. അപ്പൊ ഒതുക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഒതുക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് നീ തന്നെ തീരുമാനിക്കുക. നമുക്ക് ആന്റണിയോട് പറയാല്ലേ, അവന് ഒരു ചെറിയ കൊട്ടേഷൻ ടീമൊക്കെ ഉണ്ടല്ലോ. മാത്രമല്ല അവനോട് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും അവനിട്ട് നല്ലത് കൊടുക്കുകയും ചെയ്യും. അവൻ ഒരിക്കലും പിന്നെ നമുക്കൊരിക്കലും അവന്റെ ശല്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇപ്പൊ തന്നെ ആന്റണിയുടെ അടുത്ത് ചെല്ലാന്ന് പറഞ്ഞുകൊണ്ട് ആന്റണിയുടെ അടുത്തേക്ക് പോവുകയാണ് ആര്? നമ്മുടെ ശ്രുതി. അങ്ങനെ ശ്രുതി ആന്റണിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ആന്റണിയുടെ അടുത്ത് ചെന്ന് കഴിയുമ്പം ഈ ആന്റണിക്ക് അറിയാം ശ്രുതി ആരാന്നൊക്കെ. ഈ സച്ചിയുടെ ഏടത്തിയാണെന്നും അതുപോലെ തന്നെ സച്ചിയുടെ ചേട്ടന്റെ ഭാര്യയാണെന്നും ഒക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് എന്താ ഉണ്ടാവുന്നത്? അപ്പോഴേക്കും നമ്മുടെ മീര ചോദിക്കുന്നുണ്ട്, പ്രശ്നം ആവോടി? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, പെട്ടെന്ന് നമുക്ക് ആന്റണീനെ കാണാൻ പോവാന്ന് പറഞ്ഞ് ആന്റണീനെ കാണാൻ വേണ്ടി പോവുകയാണ് ആര്? നമ്മുടെ ശ്രുതി. അങ്ങനെ ആന്റണിയോട് ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്, ഫോട്ടോ കാണിക്കുകയാണ്. അപ്പോൾ ഒരു ഉപകാരം ചെയ്യണം, നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും തരാം, ഇയാളെ പഞ്ഞിക്കിടുക എന്ന് പറഞ്ഞ് ഒത്തിരി ഉപദ്രവിക്കുകയൊന്നും വേണ്ട, ഈ നാട് കടത്തുക, അല്ലെങ്കിൽ ഞങ്ങൾ ഉപദ്രവിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്യുക, അതാണ് ചെയ്യേണ്ടതെന്ന് ആന്റണിയോട് പറയുമ്പോൾ ആന്റണി പറയാണ്, ഓക്കെ, ഇയാളെ ഞങ്ങൾ ശരിയാക്കുന്ന കാര്യം ഏറ്റു, ഇയാളെ ഞങ്ങൾ ശരിയാക്കിക്കോളാം, ഒന്നുകൊണ്ടും മേഡം പേടിക്കണ്ട എന്ന് പറയാണ്. അപ്പൊ പൈസ വേണ്ടെന്ന് വെച്ചപ്പോൾ പൈസയൊന്നും വേണ്ട, പൈസയുടെ ആവശ്യമില്ല, കാരണം നിങ്ങൾ ഇവിടുന്ന് പൈസ മേടിച്ചിട്ടുണ്ട്, പലിശ തരുന്നുണ്ട്, മാത്രമല്ല നിങ്ങളുമായിട്ട് നമുക്ക് അങ്ങനെ ഒരു ഡീലർഷിപ്പ് ആണല്ലോ, അപ്പൊ അതുകൊണ്ട് പൈസയൊന്നും വേണ്ടാന്ന് പറഞ്ഞ് പൈസയും മേടിക്കുന്നില്ല കേട്ടോ നമ്മുടെ ഈ പറയുന്ന ആന്റണി. പക്ഷെ ആന്റണിക്ക് ഇതിന്റെ പിന്നിൽ കുറേ ഉദ്ദേശങ്ങളുണ്ട്. നമ്മുടെ ഈ ശ്രുതി എന്ന് പറയുന്ന ആരാണെന്ന് ആന്റണിക്ക് നന്നായിട്ട് അറിയാം, സച്ചിയുടെ ഏട്ടന്റെ ഭാര്യയാണ്. അപ്പൊ അത് മാത്രമല്ല, നമ്മുടെ സച്ചിക്കിട്ട് പണി കൊടുക്കണമെങ്കിൽ ശ്രുതിയെ കൂടത്തിൽ നിർത്തിയാൽ പറ്റുമെന്നും, ഈ സച്ചിനെ ശ്രുതിക്ക് വലിയ ഇഷ്ടമൊന്നും അല്ല എന്നും, ശ്രുതിക്കും ഇഷ്ടമൊന്നും അല്ല എന്നും, ഇവരുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ചെറിയ വിരോധമൊക്കെ ഉണ്ട്, സച്ചിനെ ഇവർക്ക് ഇഷ്ടമില്ലെന്നൊക്കെ അറിയാം. അപ്പൊ നമ്മുടെ ശ്രുതിനെ കൂട്ടുപിടിക്കുന്നത് നല്ലതാണെന്ന് അറിയാം. ശ്രുതിയുടെ മമത പിടിച്ചു പറ്റുക എന്നത് ആന്റണിക്ക് ഇപ്പം വേണ്ട കാര്യമാണ്. അതുകൊണ്ട് ആന്റണി പൈസയൊന്നും മേടിക്കുന്നില്ല. ഏതായാലും ആന്റണി നമ്മുടെ ശ്രുതിയുടെ ശത്രുവിനെ തപ്പി ഇറങ്ങുകയാണ്. അപ്പൊ അവിടെ കുറച്ച് ട്വിസ്റ്റുകളൊക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ശ്രുതിയുടെ ശത്രുവിനെ തപ്പി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നിസ്സാര കേസൊന്നും അല്ല. പുള്ളിക്കാരനെ പോയി കണ്ടുപിടിച്ച് പുള്ളിക്കാരനെ പഞ്ഞിക്കിടണം. പക്ഷേ പുള്ളിക്കാരനെ ഫോൺ വിളിച്ച് വരുത്തുക ആന്റണി. ഫോൺ വിളിച്ച് വരുത്തി കഴിയുമ്പോഴത്തേക്കും ഭീഷണിപ്പെടുത്തി വിടാന്നൊക്കെ ഓർത്താണ് വിളിച്ചു വരുത്തുന്നത്. 2 എണ്ണമൊക്കെ കൊടുത്ത് പൊട്ടിച്ച് വിടാന്ന് ഓർത്താണ് വിളിക്കുന്നത്. പക്ഷെ അവിടെ ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഒക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ അടുത്ത ദിവസം പറയാം. കാരണം ഇവിടം വരെ കാണിച്ചില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും? അപ്പൊ ഇവിടം വരെയൊക്കെ ഏകദേശം കാണിച്ചിട്ട് നാളത്തെ വിശേഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നീട്ടിക്കുറുക്കി കുളവാക്കുന്നൊന്നുമില്ല. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ലൈക്കിലൂടെയും കമന്റിലൂടെയും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് കമന്റിലൂടെ അറിയിക്കുക കേട്ടോ. മാത്രമല്ല നമുക്ക് പുതിയൊരു ഓപ്ഷൻ ഉണ്ട്, ഹൈപ്പ്. അപ്പൊ എല്ലാവരും മാക്സിമം ഹൈപ്പും ചെയ്യാനും ലൈക്കും ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. നമ്മൾ രാവിലെ എന്നും രേവതിയുടെയും സച്ചിയുടെയും കഥയും നയനയുടെയും ആദർശിന്റെയും കഥ ഇടുന്നതാണ്. പിന്നെ അലീനയുടെ കഥ നമ്മൾ റിയൽ സ്റ്റോറിക്കകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതും കൂടി ഒന്ന് പോയി കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ പോവാണ്. നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നയനയുടെയും ആദർശിന്റെയും നാളത്തെ പ്രമോ വിശേഷമാണ്. അത് നമ്മൾ വൈകിട്ടൊരു 9:30 ഇടുന്നത്. അപ്പം അതുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.